നമസ്കാരം. ജഗദീപ് ധൻഖർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ച സാഹചര്യത്തിൽ ആ സ്ഥാനത്തേക്ക് ഇന്ത്യ മുന്നണി പരിഗണിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും TDP ഉപാധികൾ കൂടാതെ പരിപൂർണ പിന്തുണ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഐക്യ ജനതാദൾ എംപിമാരും ഈ നിലപാടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയത്തിനപ്പുറം ഒരു പുതിയ മാനദണ്ഡത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിൽ രാജ്യസഭയിൽ BJPക്ക് ഇത് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPയുടെ സങ്കുചിത അജണ്ടകൾ നടപ്പിലാക്കാൻ അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തിയെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കണ്ടെത്തുന്നത് എളുപ്പമല്ല. ജഗദീപ് ധൻഖറെ ഉപയോഗിച്ച് BJP തങ്ങളുടെ താല്പര്യങ്ങൾ സാധ്യമാക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹം BJPക്കെതിരായിട്ട് നിലപാടെടുക്കുന്ന സാഹചര്യമുണ്ടായി. കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഗുസ്തിക്കാരുടെ വിഷയത്തിലും ധൻഖർ BJPക്ക് വിരുദ്ധമായി തന്നെ സംസാരിക്കുകയുണ്ടായി. ഇപ്പോഴിതാ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്യണമെന്ന ആവശ്യം BJP നിരാകരിച്ചപ്പോൾ ആ സ്ഥാനത്ത് തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കി ധൻഖർക്ക് സ്ഥാനമൊഴിയേണ്ടി വന്നത് ഒരു നാണംകെട്ട പടിയിറക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ജയറാം രമേശാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തിന് കൂടുതൽ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ വന്നിരുന്നു. അതിനെ പരിഹസിക്കാനും രാഹുൽ ഗാന്ധിക്കെതിരെ നിരവധി പരാമർശങ്ങൾ നടത്താനും പല നേതാക്കളെയും സഭയിൽ നിന്ന് നീക്കം ചെയ്യാനും സസ്പെൻഡ് ചെയ്യാനും ജഗദീപ് ധൻഖർ ശ്രമിച്ചിരുന്നു. ഇന്ത്യ മുന്നണിക്കെതിരെ ധൻഖർ നിരന്തരമായിട്ടുള്ള വേട്ടയാടലുകൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ധൻഖറുടെ രാജി ഒരു കാരണവശാലും ഇന്ത്യ മുന്നണിക്കൊരു സഹതാപ വിഷയമാകേണ്ടതില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം ഉറപ്പിച്ച് പറയുകയാണ്. ജഗദീപ് ധൻഖർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാട്. അതേസമയം കപിൽ സിബലിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചകൾ ഇന്ത്യ മുന്നണിയിൽ സജീവമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ സഖ്യകക്ഷികളുടെ പിന്തുണ ഏറി വരുന്ന സാഹചര്യമാണ്. ഐക്യ ജനതാദളും TDPയും കൂടാതെ തന്നെ ഒഡീഷയിലെ നവീൻ പട്നായിക്കിൻ്റെ BJDയും YSR കോൺഗ്രസും ശിരോമണി അകാലിദളുമൊക്കെ ഇന്ത്യ മുന്നണിക്ക് പിന്തുണയുമായിട്ട് രംഗത്ത് വരികയാണ്. മമതാ ബാനർജി ചില സുപ്രധാന നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വലിയ മാനങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നും വോട്ടെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നുമുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി. ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കൊളീജിയം രാജ്യസഭയിലെയും ലോക്സഭയിലെയും എംപിമാരുടെ വോട്ടവകാശം വിനിയോഗിക്കപ്പെടുന്നതാണ്. എന്നാൽ രാഷ്ട്രപതിയുടെ ഇലക്ട്രൽ കൊളീജിയത്തിലാണ് സംസ്ഥാന നിയമസഭയിലെ MLAമാരും MLCമാരും ഉൾപ്പെടുന്നത്. രാജ്യസഭയിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. പരോക്ഷ തെരഞ്ഞെടുപ്പ് തന്നെയാണെങ്കിലും ഇവിടെ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ BJPക്ക് ജയിപ്പിച്ചെടുക്കുക അത്ര എളുപ്പമല്ല. ഭരണഘടനയുടെ 324 വകുപ്പ് പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ കാര്യങ്ങൾ നടത്തേണ്ടതെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ ഈ വിഷയത്തിൽ അട്ടിമറി നടത്താൻ സാധ്യതയില്ല. കാരണം വ്യാജ വോട്ടർ പട്ടികയോ വോട്ടർമാരുടെ കാര്യത്തിൽ തിരിമറിയോ ഇലക്ട്രൽ കൊളീജിയത്തിൻ്റെ കാര്യത്തിൽ നടത്താനായിട്ട് കഴിയില്ലെന്ന് കോൺഗ്രസ് പരിഹാസ രൂപേണ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു.